Hello friends, welcome back to Technique Malayalam. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മറ്റൊരു ലോങ് ടേം റിവ്യൂ ആണ്. അപ്പോൾ നമ്മൾ മുമ്പ് പറയേണ്ടായി നമ്മൾ ഒരുപാട് ലോങ് ടേം റിവ്യൂസിലും ഫോക്കസ് ചെയ്യാൻ പോവുകയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു 4-5 മാസം അല്ലെങ്കിൽ ഒരു 3 മാസം 4 മാസമൊക്കെ കഴിഞ്ഞ് ഫോൺ എങ്ങനെ പെർഫോം ചെയ്യുന്നു, ഒരു മൾട്ടിപ്പിൾ അപ്ഡേറ്റ്സ് ഒക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ഫോണിൻ്റെ പെർഫോമൻസ് ഡീഗ്രേഡ് ആവാറുണ്ട്, ചിലപ്പോൾ ക്യാമറ പെർഫോമൻസ് ഡീഗ്രേഡ് ആവാറുണ്ട്, അതേപോലെ ബിൽഡ് ക്വാളിറ്റി എത്രത്തോളം ലാസ്റ്റ് ചെയ്യും, ഡിസ്പ്ലേ ക്വാളിറ്റി കുറയുന്നുണ്ടോ, ബ്രൈറ്റ്നസ് എക്സ്പീരിയൻസ് കുറയുന്നുണ്ടോ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഒരു ലോങ് ടേമിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ലോങ് ടേം റിവ്യൂവിന് ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഒരുപാട് ഡിവൈസിൻ്റെ ലോങ് ടേം റിവ്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെ അടുത്ത ഒരു ലോങ് ടേം റിവ്യൂ ആണ് OnePlus 12. അപ്പോൾ OnePlusൻ്റെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ഈ വർഷം ആദ്യം ഇറങ്ങിയതാണ്. ഏറ്റവും ടോപ്പ് ഓഫ് ദ ലൈൻ ഹാർഡ്വെയർ ആണ്, സ്നാപ്ഡ്രാഗൺ 8 Gen 3. അതേപോലെ തന്നെ നമുക്ക് ബാറ്ററി കപ്പാസിറ്റിയിൽ ഒരു ഇൻക്രീസ് വന്നിട്ടുണ്ട്. അടിപൊളി ഡിസ്പ്ലേ എക്സ്പീരിയൻസ്, ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും ക്യാമറാസ് ആണെങ്കിലും എല്ലാത്തിലും തന്നെ ടോപ്പ് ഓഫ് ദ ലൈൻ ഹാർഡ്വെയർ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ ലോങ് ടേം എക്സ്പീരിയൻസ് എങ്ങനെയാണ്, ഒരു വളരെ ക്വിക്കായിട്ട് നമ്മൾ ഡെപ്ത് പോകുന്നില്ല, കാരണം ഇൻ ഡെപ്ത് റിവ്യൂ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളൊരു ലോങ് ടേം എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയാം. അപ്പോൾ എൻ്റെ ഒരു യൂസിൽ ഈ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇത്തവണ കുറച്ചൊരു തിക്നെസ് കൂടിയ ഡിസൈനാണ്. കാരണം എന്താ വെച്ചാൽ 5400 mAh ബാറ്ററി ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അത് ഡുവൽ സെൽ 5400 mAh കപ്പാസിറ്റി ബാറ്ററി. അതുകൊണ്ട് തന്നെ ഡിവൈസ് കുറച്ച് ഒന്ന് തിക്കാണെന്ന് പറയാം. അതേപോലെ തന്നെ വെയിറ്റ് പറയുന്നത് അറൗണ്ട് 220 grams അടുത്തുണ്ട്. അപ്പോൾ ഇൻ ഹാൻഡ് യൂസേജ് നോക്കുകയാണെങ്കിൽ ഒരു ലാർജ് ഡിവൈസ് കൂടിയാണ്. അപ്പോൾ അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഡിവൈസ് യൂസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു വെയിറ്റ് നമുക്ക് ഡെഫിനറ്റ്ലി ഫീൽ ചെയ്യും. അതുപോലെ തന്നെയല്ല, ഈ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ മുകളിലേക്കാണ് കുറച്ചും കൂടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മളെ ഫോൺ കയ്യിൽ നിന്ന് ഇങ്ങനെ വീഴാനുള്ളൊരു ചാൻസും കൂടെ ഞാൻ പലതവണ ശ്രദ്ധിച്ചായിരുന്നു. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം യൂസേജിലാണ് അത് മനസ്സിലാവുള്ളൂ. നമ്മൾ ആദ്യത്തെ തവണ എടുക്കുമ്പോൾ അത് അത്ര തോന്നത്തില്ല, എന്നാൽ കുറേ യൂസ് ചെയ്യുമ്പോൾ മുകളിലേക്കാണ് ആ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത്. കാരണം ആ ക്യാമറേൻ്റെ യൂണിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കയ്യിൽ നിന്ന് ഫ്ലിപ്പ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ കേസ് കണ്ടോ, ഈ കേസ് കൂടെ ഇടുമ്പോൾ നല്ലൊരു ബൾക്കി യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റാണ്. ബൾക്കി ഫോൺസ് ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിരിക്കും യൂസ് ചെയ്യാൻ. എന്നാൽ അത് ബാറ്ററിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുള്ള ആലോചിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ബിൽഡ് ക്വാളിറ്റി അത് നല്ലതാണ്, നല്ല സോളിഡ് ബിൽഡ് ക്വാളിറ്റി. ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2 അങ്ങനെ ഈ ബാക്ക് പാനലാണെങ്കിൽ നല്ലൊരു ഇതാണ്. പിന്നെ ഫ്രെയിം ആണെങ്കിൽ വളരെ സ്റ്റേഡിയാണ്. അതേപോലെ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് 2 തവണ നിലത്ത് വീണു, പക്ഷേ ഭാഗ്യത്തിന് ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നല്ല സ്റ്റേഡി ബിൽഡാന്ന് പറയാം. ഇൻഫാക്ട് എഡ്ജസ് ആണെങ്കിൽ പോലും വലിയ ഡാമേജ് ഒന്നും തന്നെ പറ്റിയിട്ടില്ല എന്ന് പറയാം. ഗ്ലാസ് പൊട്ടലോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സ്റ്റേഡി ബിൽഡാന്ന് പറയാം. പിന്നെ ഈ ഗ്രീൻ പാറ്റേണും നല്ലൊരു ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് തിക്നെസ്സും വെയിറ്റും കാരണം കുറച്ചൊരു അധികമാണെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ നമ്മൾ കുറേ നാൾ യൂസ് ചെയ്യുമ്പോൾ അത് നമ്മൾ ശീലമായി പോകും എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു ആസ്പെക്റ്റ്. അപ്പോൾ ഇതാണ് ഡിസൈൻ ലാംഗ്വേജും ബിൽഡ് ക്വാളിറ്റിയും. നല്ല സ്റ്റേഡി ബിൽഡാണ്, കുറച്ചൊരു ഹെവിയാണ് ഡിവൈസ്. ഇനി അടുത്ത് നമുക്ക് ഡിസ്പ്ലേയിലേക്ക് പോകാം. നമുക്കറിയാം 2K AMOLED ഡിസ്പ്ലേ ആണ്, 120 Hz റിഫ്രഷ് റേറ്റ് ആണ്, HDR സപ്പോർട്ട് ഉണ്ട്, ഡോൾബി വിഷൻ സപ്പോർട്ട് ഉണ്ട്. വളരെ ബ്രില്യൻ ഡിസ്പ്ലേ ആണ്. അതേപോലെ 4500 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. അതും അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ ഔട്ട്ഡോർ യൂസേജ് ആണെങ്കിലും ഇൻഡോർ യൂസേജ് ആണെങ്കിലും നല്ല ഒരു ക്വാളിറ്റിയാണ്. പിന്നെ കേർവ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ മൾട്ടിമീഡിയ എക്സ്പീരിയൻസിനൊക്കെ വളരെ നല്ലതാണ്. ലാർജ് ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ ഡോൾബി വിഷനും സപ്പോർട്ടഡ് ആണ്, HDR സപ്പോർട്ട് ഉണ്ട്, അതേപോലെ വൈഡ് വൺ L1 ഉണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ട് വൈഡ് വൺ L1 പോയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും വൈഡ് വൺ L1 സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതാണ്. ചില ഡിവൈസിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വരുമ്പോൾ വൈഡ് വൺ L1 അങ്ങ് പോകാറുണ്ട്. അതേപോലെ തന്നെ നെറ്റ്ഫ്ലിക്സിൽ നമുക്ക് ഡോൾബി വിഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റിയിൽ അടിപൊളി എക്സ്പീരിയൻസ് ആണ്, അതിലൊരു കോംപ്രമൈസും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇനി സോഫ്റ്റ്വെയറിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം Oxygen OS 14 സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നല്ലതാണ്. നമ്മളറിയാമല്ലോ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് OnePlusൻ്റെ എല്ലാ ഡിവൈസിലും അത്യാവശ്യം നല്ലതാണ്. വളരെ ക്ലീൻ ആണ് UI, ലാഗോ ഇഷ്യൂസ് ഒന്നുമില്ല. അതേപോലെ തന്നെ ബ്ലോട്ട്വെയർസ് ഒന്നും തന്നെ ഷിപ്പ് ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അല്ല. പിന്നെ സെറ്റിങ്സിൽ നമുക്കറിയാമല്ലോ എന്താ പറയുക, Android 14 ആണ് ബൈ ഡിഫോൾട്ട് വരുന്നത്. 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് പ്രോമിസ്ഡ് ആണ്. ഇൻഫാക്ട് ഇപ്പോൾ തന്നെ Android 15 ബീറ്റ വേർഷൻ ഓൾറെഡി OnePlus അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും ഡൗൺലോഡ് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. അത് ബീറ്റ വേർഷനാണ്, അപ്പോൾ ബഗ്സ് കുറേ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് ഓൾറെഡി അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താ വെച്ചാൽ അപ്ഡേറ്റ്സിൻ്റെ കാര്യത്തിൽ ഒരു കംപ്ലയിൻറ്റും പറയില്ല. മന്ത്ലി അപ്ഡേറ്റ്സ് വളരെ പക്കയായിട്ട് തരുന്ന ഒരു ഡിവൈസാണ്. ഈവൻ അപ്ഡേറ്റ് സൈക്കിൾസ് ആണെങ്കിൽ നല്ലതാണ്. 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് Android 18 വരെ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ സോഫ്റ്റ്വെയർ UI എക്സ്പീരിയൻസും നല്ലതാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാൽ One UIൻ്റെ
അത്രയ്ക്ക് ഒരു ആ ലെവലിലെ കസ്റ്റമൈസേഷൻ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. എഗെയിൻ അതൊരു ഡിബേറ്റബിൾ ആണ്. കാരണം എന്താ വെച്ചാൽ ചിലർക്ക് കസ്റ്റമൈസേഷൻ കുറവ് മതി, ചിലർക്ക് കൂടുതൽ വേണം. അങ്ങനെ പല ടൈപ്പ് ഓഫ് കസ്റ്റമൈസേഷൻ ഉണ്ട്. ഇത് ലോക്ക് സ്ക്രീനിലൊന്നും കാര്യമായ കസ്റ്റമൈസേഷൻ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഷവമിയും ആപ്പിളും ഒക്കെ ആ ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷനിലേക്ക് കുറേ മുൻതൂക്കം കൊടുക്കേണ്ട, അത് ഇപ്പോഴും OxyNoise വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഓവറോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ലതാണ്. ഇനി പെർഫോമൻസിലേക്ക് വരുമ്പോൾ Snapdragon 8 Gen 3 അടിപൊളി എക്സ്പീരിയൻസ് ആണ്, അതിലൊന്നും തന്നെ പറയാനില്ല. LPDDR5X RAM, UFS 4.0, ആൻഡ്രോയിഡ് സ്കോർ ആണെങ്കിലും 17 ലക്ഷമാണ് ആൻഡ്രോയിഡ് സ്കോർ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. എന്നാൽ Snapdragon 8 Gen 3 20 ലക്ഷം വരെ ഉണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇത് കുറേ കൂടെ ബാറ്ററിക്കാണ് ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത്. അതായത് ടോപ്പ് ഓഫ് ദ ലൈൻ പെർഫോമൻസിലേക്ക് എല്ലാം ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത്. ഇൻഫാക്ട് ഐക്യു എടുത്ത് നോക്കിയാൽ, ഐക്യു 12 എടുത്ത് നോക്കിയാൽ അത് പെർഫോമൻസിലേക്കാണ് ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ബാറ്ററി ലൈഫിലേക്കാണ് ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗെയിമിങ്ങിന് കളിക്കാൻ പറ്റും, നല്ല അടിപൊളിയായിട്ട് ഗെയിം കളിക്കാം. എന്നാൽ ചില ഫ്രെയിം ഡ്രോപ്സ്, FPS അത്രയ്ക്കൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് വരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഗെയിമർ ആണെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഐക്യു 12 ആയിരിക്കും, ഇതല്ല. എന്നാൽ ഓവറോൾ പെർഫോമൻസ്, ഗെയിമർ അല്ലാത്ത ഒരു റെഗുലർ പെർഫോമൻസ് അടിപൊളി സോളിഡ് എക്സ്പീരിയൻസ് ആണ്. UFS 4.0 ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു സോളിഡ് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കിഡിലെ എക്സ്പീരിയൻസ് ആണ്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടാണ്, നല്ല വിവിഡ് സൗണ്ടുമാണ് വരുന്നത്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണെങ്കിലും ഡ്യുവൽ 5G സപ്പോർട്ട് ആണെങ്കിലും അതിലൊന്നും തന്നെ ഒരു ഇഷ്യൂസും ഞാൻ നോട്ടീസ് ചെയ്യില്ല. നല്ല കോൾ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ജിയോയും എയർടെലും 5Gയിൽ ഞാൻ ടെസ്റ്റ് ചെയ്യേണ്ട ഒരു ഇഷ്യൂസും തന്നെ ഞാൻ കണ്ടില്ല. ഇനി ഇതിൽ എടുത്തു പറയേണ്ട വേറൊരു കാര്യം ഇതിൻ്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക്. അതിൽ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് വളരെ അടിപൊളിയാണ്. ഹാപ്റ്റിക്സ് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ആണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അത് വളരെ അടിപൊളിയായിട്ട് നല്ല ഹാപ്റ്റിക് ഫീഡ്ബാക്കാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഒരു പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിന് വേണ്ട കിടിലം ഹാപ്റ്റിക് ഫീഡ്ബാക്കാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇനി ക്യാമറാസിലോട്ട് പോകാം. ഇതിൽ നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 50 മെഗാപിക്സൽ സോണി ലൈറ്റ് 808 സെൻസറാണ്. f1.6 അപ്പേച്ചറാണ്. പിന്നെ ഒരു ഒംനിവിഷൻ്റെ ടെലിഫോട്ടോ ലെൻസാണ്. 3x ഓപ്റ്റിക്കൽ സൂമും പിന്നെ ഒരു 48 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ നമുക്ക് ഒരു സോണീൻ്റെ 32 മെഗാപിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാമറ ഓൾറെഡി നമ്മൾ ടെസ്റ്റ് ചെയ്തതാണ്. നല്ല ക്യാമറാസാണ്, നല്ലൊരു ക്വാളിറ്റി എക്സ്പീരിയൻസും ഓഫർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ക്യാമറ ക്വാളിറ്റി നമ്മൾ ക്യാമറ സെൻട്രിക് ഡിവൈസായ Vivo X100 സീരീസോ അല്ലെങ്കിൽ Xiaomi 14 സീരീസോ ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രോബ്ലി ഒരു ലെവൽ താഴ്ന്നു നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ക്യാമറ ഒട്ടും തന്നെ മോശമാണെന്നോ അല്ലെങ്കിൽ പെർഫോമൻസ് ആവറേജ് ആണെന്നോ ഒന്നും തന്നെ പറയില്ല. ക്യാമറ നല്ലതാണ്, എന്നാൽ ദ ബെസ്റ്റ് ക്യാമറാസ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഓവർ പീരീഡ് ഓഫ് ടൈം അപ്ഡേറ്റ്സ് ഒക്കെ വെച്ചിട്ട് ക്യാമറ പെർഫോമൻസ് ഒട്ടും തന്നെ ഡീഗ്രേഡ് ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇൻഫാക്ട് ചില ഈ കാര്യങ്ങളിൽ ക്യാമറ പെർഫോമൻസ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ക്യാമറാസ് വളരെ സോളിഡ് ആണ്, റിലയബിൾ ക്യാമറാസ് ആണ്. ഇവർ കളർ സയൻസ് ആണെങ്കിലും പ്രൈമറി, ടെലിഫോട്ടോ, അൾട്രാ വൈഡ് ഇതിലൊക്കെ തന്നെ കളർ സയൻസ് വളരെ നല്ലതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കളർ റിപ്രൊഡക്ഷനും HDR പെർഫോമൻസും അതേപോലെ ഡീറ്റെയിലിങ്ങും സൂം ലെവലും എല്ലാം തന്നെ നല്ല, പോർട്രേറ്റ് ക്യാമറ ആണെങ്കിലും നല്ലതാണ്, എല്ലാം തന്നെ ഇംപ്രൂവ്ഡ് ആണ്. അപ്പോൾ ഒരു ഡീഗ്രഡേഷൻ വന്നിട്ടില്ല എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. ഈവൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വെച്ചിട്ടും ക്യാമറ പെർഫോമൻസ് ഡീഗ്രേഡ് ആയിട്ടില്ല, ഇൻഫാക്ട് ഇംപ്രൂവ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളതെന്നാണ് എടുത്തു പറയേണ്ട വേറൊരു കാര്യം. അപ്പോൾ ഓവറോൾ ക്യാമറ എക്സ്പീരിയൻസ് നല്ലതാണ്. ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിന് വേണ്ട ഒരു അടിപൊളി എക്സ്പീരിയൻസ് ഉണ്ട്. എന്നാൽ ദ ബെസ്റ്റ് ക്യാമറയാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇതല്ല, ഷവമിൻ്റെ 14 സീരീസോ അല്ലെങ്കിൽ വിവോൻ്റെ X100 സീരീസ് എടുക്കുമായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷൻ. ഇനി 32 മെഗാപിക്സൽ സെൽഫി ക്യാമറയും നല്ലതാണ്. അതേപോലെ 4K റെക്കോർഡിംഗ് സെൽഫി ക്യാമറയിലുണ്ട്, റിയർ ക്യാമറയിലുണ്ട്. അപ്പോൾ നല്ല ഒരു ക്വാളിറ്റി എക്സ്പീരിയൻസ് അവിടെയും നമുക്ക് കിട്ടുന്നുണ്ട്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും അങ്ങനെ എല്ലാ ഫീച്ചേഴ്സ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ബാറ്ററിയിലോട്ട് വരാം. ബാറ്ററിയാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്. 5400 mAh കപ്പാസിറ്റി ബാറ്ററി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൻ്റെ തിക്നെസ് വലുതാക്കിയപ്പോൾ, തിക്നെസ്സും സൈസും ഒക്കെ കൂടിയപ്പോൾ ബാറ്ററി കപ്പാസിറ്റിയാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. ഡുവൽ സെൽ 5400 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അതിനൊപ്പം തന്നെ 100 വാട്ട് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ചാർജിങ് സ്പീഡും വളരെയധികം ഫാസ്റ്റാണ്. അതിനൊപ്പം തന്നെ അടിപൊളി എക്സ്പീരിയൻസ്, കിഡിലം എക്സ്പീരിയൻസ് ആണ് ബാറ്ററിയിൽ. ഇത് ഒരു ബാറ്ററി മോൺസ്റ്റർ എന്നൊക്കെ വിളിക്കാം നമുക്ക്, അത്രയധികം നല്ല ബാറ്ററി പെർഫോമൻസ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഗെയിമിംഗ് പെർഫോമൻസിന് ട്യൂൺഡ് അല്ല OnePlus 12. കാരണം ഇത് കുറച്ചും കൂടെ ബാറ്ററി എഫിഷ്യൻസിക്കാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗെയിമിങ്ങിന് ഏറ്റവും മികച്ച ഒരു ഡിവൈസ് അല്ല ഫ്ലാഗ്ഷിപ്പ് കാറ്റഗറിയിലുള്ളിൽ. കാരണം അത് ബാറ്ററിയിലേക്കാണ് ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളി ബാറ്ററി ലൈഫ് കിട്ടും. ഒരു റെഗുലർ യൂസറാണ് എനിക്ക് തോന്നുന്നു ഒരു ദിവസത്തിലേറെ കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി കിട്ടും. അപ്പോൾ ബാറ്ററി ലൈഫ് ഫ്ലാഗ്ഷിപ്പിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച ഒരു എക്സ്പീരിയൻസ് ആണ് OnePlus 12 ഓഫർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഫാസ്റ്റ് ചാർജിങ്ങും നല്ലതാണ്. അപ്പോൾ ഇതായിരുന്നു OnePlus 12ൻ്റെ ലോങ് ടേം എക്സ്പീരിയൻസ്. അപ്പോൾ ലോങ് ടേമിൽ ഞാൻ ഇമ്പ്രൂവ് ആയ കാര്യങ്ങൾ എന്താ വെച്ചാൽ ക്യാമറ പെർഫോമൻസ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഡെഫിനറ്റ്ലി പറയാം. പിന്നെ ഡീഗ്രേഡ് ഒന്നും ആയിട്ടില്ല, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ലതാണ്. അപ്ഡേറ്റ് സൈക്കിൾ വന്നിട്ടും പെർഫോമൻസിൽ ഡീഗ്രഡേഷൻ ഒന്നും തന്നെ വന്നിട്ടില്ല. അതേപോലെ തന്നെ വൈഡ് വൈൻ L1
അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ പോയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ചില ഫോൺസ് അത് കളയാറുണ്ട് അപ്ഡേറ്റ് സൈക്കിൾ വഴി, അത് കുഴപ്പമില്ല. പിന്നെ 4 ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു ഇറങ്ങിയതിന് ശേഷം. അപ്പം 4 5 എൻ്റെ ഓർമ്മയിൽ കിട്ടിക്കഴിഞ്ഞു. അപ്പം മന്ത്ലി അപ്ഡേറ്റ്സ് ഒക്കെ പക്കയായിട്ട് വരുന്നുണ്ട്. പിന്നെ 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും പ്രോമിസ്ഡ് ആണ്. ബിൽഡ് ക്വാളിറ്റി സൂപ്പർബാണ്, ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ നല്ലതാണ്. പിന്നെ ഇതിനകത്ത് പോരായ്മ എന്ന് പറയാവുന്നത് ഒന്നും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. മേജറായിട്ട് ക്യാമറ പെർഫോമൻസ് ദ ബെസ്റ്റ് അല്ല. പിന്നെ ഗെയിമിങ്ങിന് കുറച്ചൊരു ഇഷ്യൂസ് ഉണ്ട്. കാരണം FPS ഡ്രോപ്പ് ആവുന്ന ഒരു ഇത് കണ്ടിട്ടുണ്ട്. കാരണം ഇത് ഗെയിമിങ്ങിന് ഒപ്റ്റിമൈസ്ഡ് അല്ല. ഞാൻ പറയല്ലോ, ഗെയിമേഴ്സ് ആണെങ്കിൽ iQOO 12 എടുക്കായിരിക്കും നല്ലത്. പിന്നെ ഹെവിയാണ് എന്നുള്ളതാണ് മറ്റൊരു ആസ്പെക്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് നല്ലോണം ഹെവിയാണ്. ഈ ഭാഗത്തേക്കാണ് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ വന്നുള്ളത്. ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ ഒരു എടുത്ത് പറയേണ്ട മേ ബി കോൺസ് എന്ന് പറയാൻ പറ്റില്ല. ചില ഇഷ്യൂസ് ഫേസ് ചെയ്തത് ഞാൻ പറഞ്ഞു മാത്രം. പക്ഷേ ഓവറോൾ OnePlus 12 ഒരു സോളിഡ് പാക്കേജാണ്. ഇപ്പോൾ ആക്ച്വലി 64,999 രൂപയാണ് 12GB റാം വരുന്നത്. 16GB റാമാണ് 69,999 രൂപയ്ക്ക്. 7,000 രൂപ കാർഡ് ഓഫർ ഉണ്ട് OnePlusൻ്റെ വെബ്സൈറ്റിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് 57,000 രൂപയ്ക്ക് ബേസ് വേരിയൻ്റ്, അതായത് 12GB റാം കിട്ടും. 12GB ധാരാളമാണ്, 16GBൻ്റെ ആവശ്യമില്ല. എന്നാൽ 512GB സ്റ്റോറേജ് വേണമെങ്കിൽ മാത്രം 16GB എടുത്താൽ മതി. അല്ലെങ്കിൽ 12GB 256GB മോർ ദാൻ ഇനഫ് ആണെന്ന് പറയാം. അപ്പോൾ 57,000 രൂപയ്ക്ക് ഒരു സോളിഡ് ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് പറയാവുന്നതാണ്. അപ്പോൾ കണ്ണും പൂട്ടിയെടുക്കാവുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസാണ് OnePlusൻ്റെ. ഇതിൽ കാര്യമായ പോരായ്മകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് OnePlus 12 ഒരു 4-5 മാസം യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഈ OnePlus 12 യൂസർ ആണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അതിനൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.